അതെ. അപ്പൊ നമുക്ക് ഓരോ സോഫ്റ്റ് പൊറോട്ട കഴിച്ചുകൊണ്ട് തുടങ്ങിയാലോ? പൊറോട്ട രാവിലെ കഴിച്ചു, അതുകൊണ്ട് ഇനി കഴിക്കണ്ട. ഇനി കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ കഴിച്ചു. ഓക്കെ, നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ പൊറോട്ട. ഒരു ചായ കുടിക്കാമല്ലോ? ചായ കുടിക്കാം. ഞങ്ങൾ ഇടുക്കിക്കാരുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും. അതിലൊരു തട്ടുകേടുമില്ല. ഞങ്ങൾ അതുകൊണ്ട് ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ബീഫ് കഴിക്കാനുള്ള അവകാശത്തിന് കൂടി വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ കമാൻഡ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഒരു ചായ മധുരമാകാമല്ലോ? മധുരം കുറച്ച് മതി, ഷുഗറൊന്നുമില്ല, മധുരം വേണ്ട. അപ്പം മധുരം കമ്മിയായിട്ടൊരു ചായ, പിന്നെ ഒരു കട്ടൻ ചായ. ഒപ്പം എന്താണ്, കട്ടനാണോ? അപ്പൊ 2 കട്ടൻ, അതിൽ ഒരെണ്ണം മധുരം കമ്മി. അപ്പോ നമ്മൾ കഴിഞ്ഞ തവണ കാണുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടമായിരുന്നു. അപ്പോൾ ആ പ്രചരണം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നല്ല ചൂടത്ത് പ്രചരണം 3ഓ 4ഓ എത്ര റൗണ്ട് പിന്നിട്ടു? നമ്മുടേത് തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു റൗണ്ട് നോക്കിയാൽ തെരഞ്ഞെടുപ്പിന്റെ സാങ്കേതികമായി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നു. നമ്മൾ ഒരു 5-6 വട്ടമെങ്കിലും എല്ലാ സ്ഥലങ്ങളിലൂടെയും എത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ജോയ്സിനെ കണ്ടു പോകുമ്പോൾ ഒരു ഉമ്മ വന്ന് നമ്മളോട് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അത് പിന്നീട് മില്യൺ ഷെയർ ആയിട്ട് ആ ഉമ്മയുടെ പ്രതികരണം പോയി. അതായത് ആ ഉമ്മ ഇടതുപക്ഷത്ത് തന്നെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ജോയ്സിനെ അന്ന് പിന്തുണച്ചതുണ്ട്. അതെ. അപ്പോ നമ്മളത് ചെറുതോണി വെച്ചാണ് സമരം ചെയ്തിട്ടുള്ള ഉമ്മയാണ്. അപ്പോ ജോയ്സ്, എങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ ഈ അവസാന ഘട്ടം എത്തുമ്പോഴുള്ള ആത്മവിശ്വാസം? നമ്മൾ 100% ആത്മവിശ്വാസത്തിലാണ്. അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തെക്കാൾ 10 മടങ്ങ് ആത്മവിശ്വാസത്തിലാണ്. കാരണം കൂടുതൽ ആളുകളെ കണ്ടപ്പോൾ ആളുകളുടെ പിന്തുണ അതനുസരിച്ച് കൂടി വരികയാണ്. കാരണം ആളുകളെ കാണുമ്പോഴാണല്ലോ അവരുടെ മനസ്സിലിരിപ്പ് അറിയുക. ഇപ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം LDF ഉണ്ടാക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ ജോയ്സ്, ഞാൻ ഇന്നലെ നമ്മൾ ചർച്ച സംഘടിപ്പിക്കുന്ന സമയത്ത് നിരവധി വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുന്നണികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് ഈ മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ വികസന പദ്ധതികൾക്ക് വോട്ട് കൊടുക്കണം എന്നതാണ് UDF ഇന്നലെ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. NDAക്കും രൂപതയുടെ ഒരു പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് NDA പറയുന്നുണ്ട്. അങ്ങനെ ഇടുക്കി രൂപത ആർക്കെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല, വികസനത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് 100% ആത്മവിശ്വാസമാണ്. എന്റെയും പോയിന്റ് അത് തന്നെയാണ്. ഇടുക്കിക്കാർ 2 MPമാരുടെ പ്രവർത്തനത്തെ താരതമ്യം ചെയ്ത് കൃത്യമായി വോട്ട് ചെയ്യണം തന്നെയാണ് എനിക്കും മുഴുവൻ സമ്മതിദായകരോടും പറയാനുള്ളത്. അതായത് അതിൽ നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അല്ല, വെല്ലുവിളി ഏറ്റെടുക്കല്ല, അതിനകത്തൊരു വെല്ലുവിളിയുടെ പ്രശ്നമില്ല ഡോക്ടർ അരുൺ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളാണല്ലോ, ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ചോയ്സ് എപ്പോഴും ജനങ്ങളുടേതാണ്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ അവരോട് അപ്പീൽ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 2014 മുതൽ 19 വരെ MP ആയിരുന്ന ജോയ്സ് ജോർജിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിങ്ങൾ വിലയിരുത്തണം. നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമാണ്, ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം നിലവിലുള്ള പാർലമെന്റ് അംഗം അദ്ദേഹത്തിന്റെയും പ്രവർത്തനങ്ങളെ നിങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തണം. 2 വസ്തുതാപരമായി വിലയിരുത്തണം. ഇടുക്കിയിൽ നിന്ന് ഏത് ജനപ്രതിനിധി പോയാലാണ് വികസനം വരിക എന്നതായി? വികസനം മാത്രമല്ലല്ലോ, ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ വികസനം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. MP എന്ന പദവി ഒരു അലങ്കാരമല്ലല്ലോ, അതൊരു ഉത്തരവാദിത്വമാണ്. അതിനപ്പുറത്ത് ഒരു ഭരണഘടനാ പദവിയും അത് അധികാരമാണ്. അപ്പോൾ അതിന്റെ സാധ്യതകളെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപെടലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അതിലേക്ക് വരാം ജോയ്സ്. ഇപ്പോൾ ജോയ്സ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഈ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി രൂപതയുടെ സഭയുടെ ഒക്കെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ സഭയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. താങ്കൾ മത്സരിക്കാൻ വരുമ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോഴും ആ പിന്തുണ താങ്കൾക്കുണ്ട് എന്നാണ് ഒരു ഇടതുമുന്നണി പ്രവർത്തകർ അല്പസമയം മുമ്പ് എന്നോട് പറഞ്ഞത്. പക്ഷേ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. കേരള സ്റ്റോറി പോലുള്ള വിവാദങ്ങളൊക്കെ വരുന്നു. സമൂഹത്തെ പോളറൈസ് ചെയ്യുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഏതെങ്കിലും തരത്തിലെ വിജയസാധ്യത കുറയ്ക്കുന്നു? എൻ്റെ ചോദ്യത്തിന്റെ ആദ്യത്തിൽ ഇവനൊരു മറുപടി കൂടെ പറഞ്ഞുണ്ടാവാം. എനിക്ക് വ്യക്തിപരമായി MP ആയിരുന്ന ജോയ്സിനെ, പിന്നീട് MP അല്ലാതായിരുന്ന ജോയ്സിനെ, ഇപ്പോൾ സ്ഥാനാർത്ഥിയായ ജോയ്സിനെ ഇവിടുത്തെ ഒരു സഭയ്ക്കോ ഒരു സമുദായത്തിനോ മാത്രമല്ല, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ സമുദായങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും ഇഷ്ടമാണ്. അവരുടെയൊക്കെ ആളാണ് ഞാൻ. അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാവരുടെയും ആളാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. സഭയുടെ സ്ഥാനാർത്ഥിയല്ല, എല്ലാവരുടെയും ആളാണ്, മാത്രമല്ല. അല്ല, എല്ലാ കാലത്തും അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കുമോ? അപ്പൊ ഞാൻ എല്ലാവരുടെയും ആളാണ്. ഇടുക്കി എന്ന് പറയുന്ന ആ വികാരത്തോടൊപ്പം നിൽക്കുന്ന, ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞപ്പോൾ മൂവാറ്റുപുഴയും തൊടുപുഴയും കോതമംഗലവും അല്ലെങ്കിൽ ഹൈറേഞ്ചിന്റെ ഏത് ഭാഗത്തും അവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കുക. അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കകത്തും 5 വർഷക്കാലം ഇടപെട്ട ഒരാളാണ് ഞാൻ. പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം പരിഹരിച്ചു എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാവരുടെയും ആളാണ്, അല്ലാതെ ഒരാളുടെയോ. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അതെ.